നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച INDA എന്ന സഖ്യ മുന്നണിക്കുള്ളിൽ ഇപ്പോഴും സീറ്റ് വിഭജനം കീറാമുട്ടിയായി തന്നെ തുടരുകയാണ്. ഈ സീറ്റ് വിഭജനം താളം തെറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കാരണം വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഒരു മെല്ലപ്പോക്കാണ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ തന്നെ ബാധിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്രയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ INDA എന്ന സഖ്യത്തിനുള്ളിൽ മറ്റ് സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തുകൊണ്ട് സീറ്റ് വിഭജിക്കുന്നതിനെ പറ്റിയോ കോൺഗ്രസ് ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഏറ്റവും അധികം രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ബീഹാർ എന്ന് തന്നെയാണ് ഉത്തരം. JDUവിന്റെ കാര്യത്തിലാണ് കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും വലിയ ആശയക്കുഴപ്പമുള്ളത്. നിതീഷ് കുമാർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. BJPയുമായി നിതീഷിന് രഹസ്യബന്ധമുണ്ട് എന്നാണ് INDA സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ ഇക്കാര്യം പരസ്യമായി അവർ പറഞ്ഞിട്ടില്ല താനും. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കൺവീനർ ആവുന്നതിനെ മിക്ക സഖ്യകക്ഷികളും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. കോൺഗ്രസ് സീറ്റ് വിഭജനത്തിനായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ നേതാക്കളൊന്നും ബീഹാറിൽ ഇതുവരെയും പ്രതിപക്ഷ യോഗങ്ങൾക്ക് എത്തിയിട്ടില്ല. RJD മാത്രമാണ് നിലവിൽ സീറ്റ് വിഭജനത്തിനെ പിന്തുണയ്ക്കുന്നത്. RJDയുമായുള്ള ചർച്ചകൾ മാത്രമേ ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നുള്ളൂ താനും. എന്തായാലും സീറ്റ് വിഭജനം എപ്പോൾ ബീഹാറിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. പ്രത്യേകിച്ചും JDUമായി സീറ്റ് വിഭജന ചർച്ചകൾ ഊർജിതമാക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പക്ഷെ കോൺഗ്രസ് ഇതിനൊരു മുൻകൈ എടുക്കാൻ തയ്യാറല്ല. ഒന്നാമതായി കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്കാണ്. രണ്ടാമതായി സഖ്യകക്ഷികൾ ഉയർത്തുന്ന ഈ ഒരു വിമർശനം തന്നെയാണ് നിതീഷ് കുമാറിന് BJPയുമായി ഒരു രഹസ്യബാന്ധവം ഉണ്ട് എന്നത് തന്നെ. എന്തായാലും നിലവിൽ ബീഹാറിൽ ഉടൻ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഏതാനും മാസങ്ങൾ മാത്രമേ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവശേഷിക്കുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ പോലും അവിടെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ INDA എന്ന മുന്നണി എത്ര വലിയ പരാജയമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.